ഭിന്നശേഷി വാരാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല സമാപനം കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് സ്കൂളിൽ നടന്നു. ഭിന്നശേഷി കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കേണ്ടത് സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും കടമയാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MLA E. ചന്ദ്രശേഖരൻ പറഞ്ഞു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kuttiyadi. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള കാസർഗോഡ് BRC ഹോസ്ദുർഗ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ജില്ലയിൽ ലോക ഭിന്നശേഷി വാരാചരണം സംഘടിപ്പിച്ചത്. ഇതിന്റെ സമാപന പരിപാടി മേലാങ്കോട് ACKNS ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടന്നു. MLA E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷി കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കേണ്ടത് സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭിന്നശേഷിക്കാരൻ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരിയായ കുട്ടിക്ക് മറ്റൊരുപാട് ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അവസ്ഥയുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരു കുറവിൻ്റെ 10 മടങ്ങ് ശേഷിയോടെ ആ കുറവുകൾ പരിഹരിക്കാനുള്ള ജന്മം കൊണ്ട് തന്നെ അവർക്ക് ലഭിച്ചിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. പിന്നെ EQ ഇവർക്ക് നല്ലതുപോലെ ഉള്ള കുട്ടികളാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പഴയ കാലത്തിനൊക്കെ വലിയ മാറ്റമാണിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി വരും കാലങ്ങളിൽ ഇത്തരമൊരവസ്ഥയില്ലാത്ത ജന്മമുണ്ടാകാൻ എന്ന് പറഞ്ഞാൽ പുതിയ ജനിക്കുന്ന ഒരു കുട്ടിക്കും വൈകല്യങ്ങളില്ലാത്ത വിധം പിറക്കാൻ ആവശ്യമായ സാഹചര്യം, ശാസ്ത്രീയമായ നേട്ടം, സാങ്കേതികമായ വൈദഗ്ധ്യം നമ്മുടെ സമൂഹം ആർജിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ അധ്യക്ഷയായി. ഹോസ്ദുർഗ് AEO മിനി ജോസഫ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. ചടങ്ങിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ഒരുക്കിയ ബിഗ് ക്യാൻവാസിൽ കുട്ടികൾ ചിത്രങ്ങൾ വരയ്ക്കുകയും കയ്യൊപ്പ് ചാർത്തുകയും ചെയ്തു. തുടർന്ന് ഭിന്നശേഷി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജില്ലയിലെ 7 BRCകളിലായി ഡിസംബർ 3 മുതൽ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറിയതിന്റെ ജില്ലാതല സമാപനമാണ് മേലാങ്കോട്ട് സ്കൂളിൽ നടന്നത്. PTA പ്രസിഡന്റ് G. ജയൻ, കാസർഗോഡ് BPC കാസിം, ട്രെയിനർ P. രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹോസ്ദുർഗ് BPC റിസോഴ്സ് അധ്യാപകരായ K. ശ്യാമോഹൻ, K. സുമ, P. സുവർണ, ദിവ്യ വിനോദ്, P. സൗമ്യ, K. രഞ്ജിനി, RC രേഷ്മ, RCCമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്കൂൾ പ്രഥമാധ്യാപകൻ KV അനിൽകുമാർ സ്വാഗതവും BPC ഡോക്ടർ KV രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.